അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രതികളുടെ വീടുകളിൽ പോലീസ് പരിശോധന നടക്കുകയാണ്. ചമ്പതറായുടെ വിശ്വസ്തൻ ടിന്നു യാദവ് ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. സംഭാവന കൊള്ളയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായതായി വിവരമുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അടുത്ത മാസം 7-ന് യോഗം ചേരും. വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരും. പറയൂ വിനീത. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായിട്ടുള്ള അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത്. UP പോലീസാണ് ഇപ്പോൾ പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തുന്നത്. നേരത്തെ ചില ബന്ധുക്കളിൽ നിന്നുമൊക്കെ അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വിപുലമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. അതിൽ അറസ്റ്റിലായ 8 പ്രതികളുടെയും 5 മുതൽ 8 വരെയുള്ള പ്രതികൾ ബാങ്ക് ജീവനക്കാരാണ്. ബാക്കിയുള്ളവർ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ടിന്നു യാദവ് ആണ്. ടിന്നു യാദവ് ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിയുടെ വിശ്വസ്തനും ഡ്രൈവറും ഒക്കെ ആയിരുന്നു. ടിന്നു യാദവിന്റെ വീട്ടിലടക്കമാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നേരത്തെ തന്നെ ഈ പ്രതികൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി ഇവിടെ ജീവനക്കാരായതിനു ശേഷം വലിയ വിലപിടിപ്പുള്ള ഭൂമികളും ഒപ്പം തന്നെ വീടുകളും ഒക്കെ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അയോധ്യയിൽ തന്നെ 40 ലക്ഷം രൂപ വിലയുള്ള വീട് ടിന്നു യാദവ് വെച്ചതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രതികളുടെ വീടുകളിലേക്ക് അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. വീടുകളിൽ പരിശോധന നടത്തുകയും ഒപ്പം തന്നെ അയൽ വീടുകളിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. അറസ്റ്റിലായ പ്രതികളുടെ ബന്ധുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അവരിൽ നിന്ന് മൊഴിയടക്കം ഈ ഘട്ടത്തിൽ ശേഖരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ 8 പേരെയാണ് ഈ അയോധ്യയിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ നാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികളെ നാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് പരമാവധി തെളിവുകളും ഒപ്പം തന്നെ പരമാവധി മൊഴികളും ഒക്കെ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നത്. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ഉദ്യോഗസ്ഥരടക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.